കമ്പയർ ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടാവേ? അതൊക്കെ ഞാൻ ആലോചിച്ചു പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇനി വന്നിരിക്കണത് ഞാൻ ആലോചിക്കണേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വേടൻ പുതിയൊരു ജാതിക്കാട് ഇറക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് പുള്ളിക്ക് ഒരു ശ്രദ്ധ, പുള്ളിയിലേക്കുള്ള ഒരു ശ്രദ്ധ മാറുന്നുവെന്നും ഇനി തൻ്റെ കാലം കഴിഞ്ഞു എന്ന സംഭവം പുള്ളി ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധ പിടിച്ചു പറ്റണം. ആളുകളെ 4 ആള് തെറി പറഞ്ഞിട്ടാണെങ്കിലും പുള്ളിക്കൊന്ന് എന്തേലൊക്കെ ഒന്ന് ചെയ്യണം അവിടെ. അതുകൊണ്ട് പുള്ളി പുതിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഡയലോഗ് ഇറങ്ങിയിട്ടുണ്ട്. മണിച്ചേട്ടന് ശേഷം കേരളം ആഘോഷിച്ച ദളിത് കലാകാരനാണ് ഞാൻ. എൻ്റെ പൊന്നെ എന്തു പറയാനാന്ന് പറ. മഹാനായ മണിച്ചേട്ടനും എവിടെ കിടക്കുന്നു, ഇവൻ എവിടെ കിടക്കുന്നു. അതിന് ഏറ്റവും മോശമായ ഒരു കമ്പയറിങ് ആയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഒരു വേടില്ല എന്നുള്ളതാണ്. അതൊരു പറയാനൊരു വേടില്ല. ആ ഒരു വേട് ആയിട്ട് ഒരു വേടില്ല ശരിക്കും പറയാനായിട്ട്. അപ്പൊ പുള്ളിക്ക് ഈ മണിച്ചേട്ടനുമായിട്ട് വരെ കമ്പയർ ചെയ്യാൻ അത്രയും വിവരമുള്ളൂ ഈ വേടെന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു പോവാണ്. നമ്മുടെ മഹാനായ മണിച്ചേട്ടൻ ഏത് ലെവലിലുള്ള ആളാണ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം പുള്ളിയായിട്ടൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് അത്രമാത്രം നീ അങ്ങ് വളർന്നോ പൊന്നുമോനെ? അത്രമാത്രം നീ അങ്ങ് വളർന്നോ? നിന്റെ വളർച്ച എന്തോരം ഉണ്ടെന്ന് ജെൻസി പിള്ളേർക്കിടയിൽ ഒന്ന് കൂണ് പോലെ നീ ഒന്ന് പൊട്ടിമുളച്ചതല്ലാതെ നിനക്ക് എന്തോരം വളരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ ഇപ്പോ അടുത്തിടെ സോങ്സുകൾ ഏതാന്നുള്ളത് നമുക്കൊന്നും ആർക്കും അറിയത്തില്ല. എനിക്കല്ല, ആർക്കും അറിയാനായിട്ട് പോകുന്നില്ല. അപ്പൊ കുറച്ച് ഏതൊക്കെ പാട്ടുകളൊക്കെ പാടി പിള്ളേരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ജെൻസി പിള്ളേരൊക്കെ. അപ്പൊ അവരോടിപ്പോ വരികൾ ചോദിച്ചപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല. അത് ഒരു ഓളം സൃഷ്ടിച്ചു എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഇതുമില്ല. പിന്നെ എന്നെ കാണുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയെങ്കിലും ലഹരി ഉപയോഗം കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അങ്ങനത്തെ നല്ല വഴിക്ക് പൊന്നുമോനെ. പെണ്ണുപിടിയും അതുപോലെ തന്നെ നിർത്തണം കേട്ടോ. എന്താണെങ്കിലും അതും കൂടെ നിർത്തണം. യൂസ് ആൻഡ് ത്രോ ദൈവത്തെ ഓർത്ത് ചെയ്യല്ലേ. മറ്റുള്ള പെൺകുട്ടികളെ ശരീരം യൂസ് ആൻഡ് ത്രോ ദൈവത്തെ ഓർത്ത് ചെയ്യല്ല. അവർക്ക് ഒരു മനസ്സാണ്, അവരൊരു മനുഷ്യജീവികളാണെന്നെങ്കിലും ഒരു പരിഗണന കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും മണിച്ചേട്ടനുമായിട്ട് ഉള്ള ഈ കമ്പയറിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനെപ്പറ്റി സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ പുള്ളിക്ക് അത് സംസാരിച്ചാൽ അതൊരു സംസാര വിഷയമാകും. പുള്ളിക്ക് അതിൻ്റെ ഒരു അറ്റൻഷൻ നേടിയെടുക്കണം എന്നുള്ളതാണ്. മണിച്ചേട്ടനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടാവേ? അതൊക്കെ ഞാൻ ആലോചിച്ചു പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇനി വന്നിരിക്കണമെന്ന് ഞാൻ ആലോചിക്കണം. ഇല്ല പിന്നെ ഇങ്ങനത്തെ ബുദ്ധിയില്ലായ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് പറ്റുമോ? എന്താണെങ്കിലും കൊള്ളാം. കൂടുതൽ അതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല. മൂക്കള വലിപ്പിച്ച് കിടക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം ഇതൊരു ആന മണ്ടത്തരാണെന്നുള്ള കാര്യം. എന്താണെങ്കിലും ഈ മാതിരി ജാതിക്കാരുമായിട്ട് ദൈവത്തെ ഓർത്ത മലയാളികൾക്ക് ഇടയിലേക്ക് വരരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇനിയും പുതിയ പുതിയ ജാതിക്കാടുകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ആന മണ്ടത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും നമ്മുടെ ചാനൽ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതിനെപ്പറ്റി ഒന്ന് പറയുക. ഈ ജാതിക്കാടുകളൊക്കെ നമ്മുടെ അടുത്ത് വില പോകുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.